Gandhian era in Indian national movement. Indian national movement in Deshiya Prasthanatthil Gandhijiyude കാലഘട്ടമാണ്. The first great war of independence was followed by an epoch in Indian history known as Gandhian era. 1757 മഹത്തായ വിപ്ലവം എന്നെ നമ്മളെന്ത് പറയുക, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ശേഷമുണ്ടായ ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തെയാണ് നമ്മളെന്താ ഗാന്ധിയൻ ഇറ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ കാലഘട്ടം എന്ന് വിളിക്കുന്നത്. അതെന്ന് പറയുന്നത് പറയാം, ഏതാ ഗാന്ധിയൻ കാലഘട്ടം പറയാം. ദ പീരീഡ് ഡേറ്റിംഗ് ഫ്രം 1924 to 1947 മാർക്ക്ഡ് ബൈ എ സിഗ്നിഫിക്കൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റ്. 1924 മുതൽ 1947 വരെയുള്ള കാലഘട്ടമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, ഗാന്ധിയൻ ഇറ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞു. ഇറ്റ് അൾട്ടിമേറ്റ്ലി റിസൾട്ടിങ് ഇൻ ദ ലിബറേഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ ഒരു കാലഘട്ടം ഗാന്ധിജിയുടെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് എന്ത് ചെയ്ത് വഴികളിലേക്ക് ഉണ്ടാകുന്നു. ഡ്യൂറിങ് ദിസ് 27 years of national movement, Gandhi dominated Indian politics. അപ്പോൾ ഈ 27 വർഷം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ നീണ്ടുനിന്ന ഈ 27 വർഷം എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഗാന്ധിജിയുടെ ഡോമിനേഷൻ എന്ത് ചെയ്യുന്നതിന് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. He appeared in Indian politics at a time when the national movement was suffering from the lack of leadership. അപ്പോൾ ഗാന്ധിജി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന കാലത്തിലേക്ക് കടന്നു വരുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് ഒരു കൃത്യമായ നേതൃത്വത്തിൻ്റെ അഭാവം ഉണ്ടായിരുന്ന കാലഘട്ടം ആയിരുന്നു അത്. സോ ടെററിസം ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണലിസം പ്രൂവ്ഡ് ടു ബി എ ഫെയിലിയർ. എന്താണ് ടെററിസവും കോൺസ്റ്റിറ്റ്യൂഷണലിസവും ആയത് ഈ കാലഘട്ടം ടെററിസം ഉണ്ടായിരുന്നൊരു കാലഘട്ടമായിരുന്നു. അതോടൊപ്പം തന്നെ എന്താ കോൺസ്റ്റിറ്റ്യൂഷണലിസം ഒക്കെ എന്ത് ചെയ്തു, പരാജയപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. ആര് കടന്നു വരുന്നത്, ഗാന്ധിജി വരുന്നത്. കാരണം നമുക്കറിയാം, പിന്നെ എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തന്നെ പിന്നെ അതിനകത്ത് തന്നെ രണ്ട് ഗ്രൂപ്പ്, മോഡറേറ്റുകളെന്നും എക്സ്ട്രീമിസ്റ്റുകളെന്നും രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനകത്ത് ഫിറോസ് ഷാ മേത്ത, ദാദാഭായ് നവറോജി, WC മഹാരാജി തുടങ്ങിയ ആളുകളുടെ നേതൃത്വത്തിൽ മിതവാദികളെന്ന് പറഞ്ഞൊരു വിഭാഗവും, പിന്നെ ലാൽ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക് ഇവരുടെ നേതൃത്വത്തിൽ എന്താ എക്സ്ട്രീമിസം തീവ്രവാദവും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലേക്കാണ് ആര് വരുന്നത്, ഗാന്ധിജി. എ ഡോമിനേറ്റിംഗ് പേഴ്സണാലിറ്റി വിത്ത് എ ന്യൂ ടെക്നിക്സ് ഓഫ് പൊളിറ്റിക്കൽ വാർഫെയർ വാസ് ദ നീഡ് ഓഫ് ദി അവർ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഏറ്റവും അധികം അത്യാവശ്യമായിരുന്നു ഒരു പുതിയ ടെക്നിക്കോട് കൂടിയാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ വാർഫെയറിൽ ഒരു പുതിയ ടെക്നിക്ക് കൊണ്ടുവരികയും അതിന് നേതൃത്വം കൊടുക്കുവാൻ ഒരു ഡോമിനേറ്റിംഗ് പേഴ്സണാലിറ്റി ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് ആര് വരുന്നത്, ഗാന്ധിജി വരുന്നത്. സോ അറ്റ് ദിസ് ക്രിട്ടിക്കൽ മൂവ്മെൻറ്റ് കെയിം ഗാന്ധിജി ഹു ഗൈഡഡ് വിത്ത് തോട്ട്സ് ആൻഡ് ആസ്പിറേഷൻസ് ഓഫ് അതർ നേഷൻസ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു, ആ ഒരു നിർണായകമായ സമയത്ത് ഗാന്ധിജി കടന്നു വരികയും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്നും നേടിയ അനുഭവ സമ്പത്തിൻ്റെ ഫലമായി ഉണ്ടായ ആ ഒരു ചിന്താ രീതികളും എന്ത് ചെയ്യുന്നു, ഇന്ത്യൻ ദേശീയ രംഗത്തേക്ക് കൊണ്ടുവരാൻ ആർക്ക് കഴിഞ്ഞു, ഗാന്ധിജിക്ക് കഴിഞ്ഞു. അതായത് അദ്ദേഹം ഇന്ത്യയുടെ ഈ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ പഠിക്കുന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ്, അതായത് ഒന്നാം ലോക മഹായുദ്ധ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നത്. അപ്പോൾ മടങ്ങി വരുന്ന സമയത്ത് ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കൾ എന്ത് ചെയ്തു, ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഇന്ത്യ ബ്രിട്ടനെ സപ്പോർട്ട് ചെയ്യണമെന്നൊരു ആർഗ്യുമെൻറ്റ് കൊണ്ടുവന്നു. കാരണം ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞാൽ ഇന്ത്യക്ക് എന്ത് കൊടുക്കാം, സ്വാതന്ത്ര്യം കൊടുക്കാം എന്നൊരു തീരുമാനം ആര് പറഞ്ഞു, ഇന്ത്യക്കാർ പറഞ്ഞുകൊണ്ട് ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ എന്ത് ചെയ്ത് ബ്രിട്ടനെ സപ്പോർട്ട് ചെയ്യാനായിരുന്നു അന്നെന്താ മുൻകൈ എടുത്തത്. പക്ഷേ ആ സ്വാതന്ത്ര്യത്തിന് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം എന്ത് ചെയ്തില്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ അതിനെതിരായിട്ടാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത്, നോൺ കോർപ്പറേഷൻ മൂവ്മെൻ്റ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തേക്ക് കടന്നു വരുന്നത്. So till the end of his death in 1948, he made an everlasting contribution to the cause of our national freedom. അപ്പോൾ ഈ 1948 ഗാന്ധിജി മരിക്കുന്നത് വരെ എന്ത് ചെയ്തു, ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ആർക്ക് നൽകാൻ കഴിഞ്ഞു,
ഗാന്ധിജിക്ക് നൽകാൻ കഴിഞ്ഞു. ഹി ഡെവലപ്ഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻടു എ ഫൈറ്റിംഗ് മെഷീൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ എന്താക്കി മാറ്റി? ഒരു ഫൈറ്റിംഗ് മെഷീനാക്കി മാറ്റാൻ ഗാന്ധിജി കഴിഞ്ഞു. ബട്ട് ഹി ഗേവ് ഗ്രേറ്റസ്റ്റ് ഇമ്പോർട്ടൻസ് ഇൻ ടു പ്രിൻസിപ്പിൾസ്, അഹിംസ ആൻഡ് നോൺ വയലൻസ്. പക്ഷേ ഗാന്ധിജി ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തത് എന്താ? അഹിംസ അല്ലെങ്കിൽ നോൺ വയലൻസിന്, അല്ലെങ്കിൽ സത്യ ഓർ ട്രൂത്ത്, സത്യാഗ്രഹം. ഈ രണ്ട് കൺസെപ്റ്റുകൾക്കാണ് എന്താ ഗാന്ധിജി പ്രാധാന്യം കൊടുത്തത്. ഹിസ് ന്യൂ വെപ്പൺസ് ഓഫ് പൊളിറ്റിക്കൽ വാർഫെയർ, സത്യാഗ്രഹ, യുണൈറ്റഡ് ടു ദ മില്യൻസ് ഓഫ് ഇന്ത്യൻ ഇൻടു ആൻ ആക്ഷൻ എഗൻസ്റ്റ് ബ്രിട്ടീഷ് രാജ്. അദ്ദേഹത്തിൻ്റെ ഈ ആശയം അല്ലെങ്കിൽ സത്യാഗ്രഹം പോലെയുള്ള ഈ ഒരു ആശയം കൊണ്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? കോടിക്കണക്കിനായ ഇന്ത്യക്കാരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ബ്രിട്ടീഷ് രാജ്യത്തിനെതിരായിട്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ട് എന്ത് ചെയ്യാൻ, പ്രവർത്തിക്കാൻ ആർക്ക് കഴിഞ്ഞു? ഗാന്ധിജി കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന പ്രധാനപ്പെട്ട രണ്ട് ആശയങ്ങൾ നോൺ വയലൻസും സത്യാഗ്രഹവുമായിരുന്നു. ഈ രണ്ട് പൊളിറ്റിക്കൽ വെപ്പൺസ് ഉപയോഗിച്ച് കൊണ്ടാണ് ഗാന്ധിജി എന്ത് ചെയ്തത്? ഇന്ത്യയിൽ വരുന്ന ലക്ഷക്കണക്കിനുള്ള ആളുകളെ എന്താ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ഗാന്ധിജി എന്ത് ചെയ്തത്? കടന്ന് വരുന്നത്. നമുക്ക് ആദ്യത്തെ കാണുന്നത് നോൺ കോർപ്പറേഷൻ മൂവ്മെൻ്റാണ്. So soon after his entrance into Indian politics, Gandhi started non-cooperation movement. നമ്മൾ പറഞ്ഞു, ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലാണ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന ഉടൻ തന്നെ എന്ത് ചെയ്തു? ഗാന്ധിജി നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ്, നിസ്സഹകരണ പ്രസ്ഥാനം എന്ത് ചെയ്യുന്നു? ആരംഭിക്കുന്നു. ദി ഇമ്പോർട്ടൻ്റ് factors that forced him to adopt such a program are the dissatisfaction with the Act of 1990, the passing of Rowlatt Act. അപ്പോൾ ഈ ഒരു നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് 1919 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ പാസ്സാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടും അതിൻ്റെ മറ്റൊരു പേരാണ് എന്താ? മിൻറ്റോ മോർലി റിഫോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മിൻറ്റോ മോർലി റിഫോംസും അതിനോടൊപ്പം തന്നെ എന്താണ് കൊണ്ടുവന്ന റൗലറ്റ് ആക്റ്റുമായിരുന്നു എന്താണ് ഈ ഒരു പ്രസ്ഥാനം തുടങ്ങാൻ ആര് പ്രേരിപ്പിച്ചത്? ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത്. ദി ആക്ട് ഓഫ് 1919 ഡിഡ് നോട്ട് സാറ്റിസ്ഫൈഡ് ദ പൊളിറ്റിക്കൽ ആസ്പിറേഷൻസ് ഓഫ് ദ പീപ്പിൾ. അപ്പോൾ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യയിലെ ജനങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒന്നും അല്ലായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഓപ്പൺലി ഡിനൗൺസ്ഡ് ഇറ്റ്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഒരു ആക്ടിനെ ഓപ്പണായിട്ട് തന്നെ എന്ത് ചെയ്തു? എതിർക്കുകയുണ്ടാവുന്നു. അക്കോർഡിംഗ് ടു ബാലഗംഗാധര തിലക്, ഇറ്റ് വാസ് എൻറ്റയർലി അൺഅക്സെപ്റ്റബിൾ ടു ദ ഇന്ത്യൻസ്. അപ്പോൾ ബാലഗംഗാധര തിലകിൻ്റെ കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ എന്താ? ഇന്ത്യക്കാർക്ക് ഒരിക്കലും അംഗീകരിക്കാത്ത ഒന്നായിരുന്നു ഏതാ? ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. അത് the act authorized the government to imposition any person, the act authorized the government to imprison any person without trial and convictions in a court of law. അതായത് റൗലറ്റ് ആക്ടിൻ്റെ പ്രത്യേകത എന്താണ്? കോർട്ട് ഓഫ് ലോ ഇടപെടാതെ അല്ലെങ്കിൽ എന്താണ് ഒരു ട്രയൽ പോലും നടത്താതെ ഏതൊരു വ്യക്തിയെയും എന്ത് ചെയ്യാം? ജയിലിൽ അടയ്ക്കാം എന്നതായിരുന്നു എന്താണ് ഈ ഒരു ആക്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, റൗലറ്റ് ആക്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ ആസ് എ റിസൾട്ട് ഇന്ത്യൻസ് വെയർ ഡിപ്രൈവ്ഡ് ഓഫ് ദിയർ സിവിൽ ലിബർട്ടി. ഇതിൻ്റെ ഫലമായിട്ട് ഇന്ത്യക്കാർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? അവരുടെ പൗര സ്വാതന്ത്ര്യം അടിയറ വയ്ക്കേണ്ടി വരുന്നു. ദ റൗലറ്റ് ആക്ട് വാസ് റിസീവ്ഡ് വിത്ത് ദിസ് അപ്പോയിൻമെൻറ്റ് ആൻഡ് ഹേറ്റഡ് ബൈ എവറി സെക്ഷൻസ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. ഈ റൗലറ്റ് ആക്ട് എന്ന് പറയപ്പെടുന്ന എന്ത് ചെയ്തു? ഇന്ത്യയിലെ ജനങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള എതിർപ്പുകളും വിദ്വേഷവും എന്ത് ചെയ്തു? പ്രകടിപ്പിക്കപ്പെട്ട ഒന്നൊരു സംഭവമായിരുന്നു ഇത്. ദ ആക്ട് വാസ് കണ്ടംഡ് ബൈ ദ കോൺഗ്രസ് ആസ് എ മെഷർ ടു സപ്രസ് ആൾ കൈൻഡ്സ് ഓഫ് പീസ്ഫുൾ അജിറ്റേഷൻ. അപ്പോൾ ഈ ആക്ടിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നോക്കിക്കണ്ടത് ഇന്ത്യയിൽ നടത്തുന്ന സമാധാനപരമായ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ ഈ ഒരു ആക്ട് കൊണ്ടുവന്നതാണ് ആര് കണക്കാക്കിയത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കണക്കാക്കുന്നത്. The government efforts to suppress the agitations worsened the situation. This ultimately led to Jallianwala Bagh tragedy. അപ്പോൾ ഈ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റിനെ തുടർന്ന് എന്താ ജനങ്ങൾ ഈ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് ജനങ്ങൾ ഗാന്ധി നടത്താനുള്ള കാരണം എന്ന് പറയുന്നത് 1990 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റും അതിനെ തുടർന്ന് വന്ന ഈ റൗലറ്റ് ആക്റ്റുമായിരുന്നു. അപ്പോൾ ഈ അജിറ്റേഷൻസിനെ അടിച്ചമർത്താൻ ആര് ശ്രമിക്കുന്നു? ബ്രിട്ടീഷുകാർ ശ്രമിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു എന്താ?
ജാലിയൻ വാലാബാഗ് ട്രാജഡി അല്ലെങ്കിൽ ജാലിയൻ വാലാബാഗ് മാസക്കർ എന്ന് പറയുന്നത്. ഓൺ 13th April 1919, large crowd assembled to Jallianwala Bagh with a view to protest the Rowlatt Act. അപ്പോൾ 1919 ഏപ്രിൽ 13 ഒരു വലിയ ജനവിഭാഗം എന്ത് ചെയ്തു? ജാലിയൻവാല ബാഗിൽ എന്ത് ചെയ്തു? ഒരുമിച്ച് കൂടുകയും അവർ റൗലറ്റ് ആക്ടിനെ എതിരെ പ്രതികരിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്? ഈ ആളുകളുടെ ഒരുമിച്ച് കൂടും. അപ്പോൾ ജാലിയൻവാല ബാഗ് എന്ന് പറയുന്ന ഒരു പ്രദേശം അതെന്താ ഫുൾ വാൾ സറൗണ്ടഡായ ഒരു ഏരിയ ആണ്. അതിലേക്ക് കടന്നു ചെല്ലാൻ എന്താ ഒറ്റ വാതിൽ മാത്രമേ എന്താ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയായിരുന്നു എന്ത് ചെയ്തത്? ഈ ജനങ്ങൾ ആ റൗലറ്റ് ആക്ടിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി ഒത്തുകൂടിയത്. There were about 20,000 people assembled there. ഏകദേശം 20,000-ഓളം ആളുകൾ എന്ത് ചെയ്തു? ഇവിടെ ഒരുമിച്ച് കൂടുന്നു. The Jallianwala Bagh is a closed The Jallianwala Bagh is a closed area, particularly on all sides by walls except one entrance. അപ്പോൾ ഒരു വാതിൽ മാത്രമുള്ളത്, നാല് വശം എന്ത് മതിലുകൾ കൊണ്ട് ചുറ്റപ്പെട്ടതുമായ ഒരു ക്ലോസ്ഡ് ഏരിയ ആയിരുന്നു എന്ന് പറയാം ഈ ജാലിയൻവാല ബാഗ് എന്ന് പറയുന്നത്. All of them were practically unarmed. അപ്പോൾ എല്ലാം അവിടേക്ക് കൂടിയ ആളുകളെല്ലാം എങ്ങനെയായിരുന്നു? ആയുധങ്ങൾ കൈവശമില്ലാത്ത ആളുകളായിരുന്നു. So General Dyer, the military commander of Amritsar, ordered his men to open fire on this peaceful crowd. അപ്പോൾ ഇങ്ങനെ ജനങ്ങൾ സമ്മേളിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്ന് അമൃത്സറിലെ സൈനിക മേധാവിയായ ജനറൽ ഡയർ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ സൈനികരോട് എന്ത് ചെയ്യുന്നു? ഒരു ഓപ്പൺ ഫയർ നടത്താൻ വേണ്ടിയിട്ട് പ്രഖ്യാപനം നടത്തുന്നത്. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ വെയർ കിൽഡ്. അപ്പോൾ ഈ ഒരു ആക്രമണത്തിൽ എന്ത് ചെയ്യുന്നു? ഇവരെല്ലാം അജിറ്റേറ്റേഴ്സ് എല്ലാം നിരായുധീകരായിരുന്നു. അപ്പോൾ അതിനെതിരായിട്ടാണ് ജനറൽ ഡയറിൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നത്? സൈന്യം വെടിവെക്കുന്നത്. നൂറുകണക്കിന് ആളുകൾ എന്ത് ചെയ്തു? ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഈ സംഭവമാണ് എന്തെന്ന് പറയുന്നത്? ജാലിയൻവാല ബാഗ് ട്രാജഡി അല്ലെങ്കിൽ ജാലിയൻവാല ബാഗ് മാസക്കർ എന്ന് പറയും. അപ്പം 3 മാർക്കിന് വിഷയം എന്ത് ചെയ്യാം? ചോദിക്കാം. ഇറ്റ് വാസ് ജാലിയൻവാല ബാഗ് മാസക്കർ അത് 3 മാർക്ക് എന്ത് ചെയ്യാം? ചോദിക്കുന്നതാണ്. So it was in the year 1920 Gandhi started non-cooperation movement. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് എന്ത് ചെയ്യുന്നത്? 1920 ഗാന്ധിജി എന്തുമായിട്ട് വരുന്നത്? നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റുമായിട്ട് വരുന്നത്. He called upon the people to boycott of new legislators, law courts, educational institutions etc. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുതിയ നിയമങ്ങളെയും കോടതികളെയും നിയമകോടതികളെയും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം എന്ത് ചെയ്യാൻ? ബോയ്ക്കോട്ട് ചെയ്യാൻ ആരാഹ്വാനം ചെയ്തു? ഗാന്ധിജി ആഹ്വാനം ചെയ്യുന്നു. The Muslim League supported the movement because Gandhi promised full support to the Khilafat movement. ഗാന്ധിജി എന്താ ആരംഭിച്ചു? നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ആരംഭിക്കുന്നു 1920. So the Muslim League supported the movement because Gandhi promised full support to the Khilafat movement. മുസ്ലിം ലീഗ് എന്ത് ചെയ്തു? ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എന്ത് ചെയ്തു? സപ്പോർട്ട് ചെയ്യുന്നു. കാരണം ഖിലാഫത്ത് മൂവ്മെൻറ്റിനെ ആര് പിന്തുണച്ചിരുന്നു? ഗാന്ധിജി എന്ത് ചെയ്തു? പിന്തുണയ്ക്കുകയുണ്ടായി. The people of India enthusiastically participated in the non-cooperation movement. ഇന്ത്യയിലെ ജനങ്ങൾ വളരെ ആകാംക്ഷപൂർവ്വം എന്ത് ചെയ്തു? ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ പങ്കെടുത്തു. Languages went out of the courts. Foreign clothes was burned in public and normal work was also pressurized. പിന്നെ എന്താ ലോയേഴ്സ് വെൻ്റ് ഔട്ട് ഓഫ് ദ കോർട്ട്. വക്കീലന്മാരെല്ലാം എന്ത് ചെയ്തു? കോടതി ഉപേക്ഷിച്ചു. വിദേശ വസ്ത്രങ്ങളെല്ലാം എന്ത് ചെയ്തു? പരസ്യമായിട്ട് കത്തിച്ചു. അതുപോലെ തന്നെ നോർമൽ വർക്കുകളെല്ലാം എന്ത് ചെയ്തു? ഇല്ലാതാക്കുക ചെയ്തു. ദ ഗവൺമെൻറ് അറസ്റ്റഡ് ആൻഡ് ഇംപ്രസൻഡ് തൗസൻഡ്സ്. ആയിരക്കണക്കിന് ആളുകൾ ഇതിൻ്റെ പേരിൽ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഗവൺമെൻറ് അറസ്റ്റ് ചെയ്യുകയും ജയിലടക്കുകയും ചെയ്തു. അറസ്റ്റ് ബിക്കെയിം എ പാഷൻ ആൻഡ് ഇംപ്രസൻമെൻറ്റ് ബിക്കെയിം ആൻ ഓണർ. അറസ്റ്റ് പാഷനായിട്ട് മാറി, ഒരു വികാര പ്രകടനമായിട്ടൊക്കെ മാറി. അറസ്റ്റ് മാറുന്നു. അതുപോലെ ഇംപ്രസൺമെൻറ്റ് എന്ന് പറയുന്ന ഒരു ബഹുമതിയായിട്ട് എന്ത് ചെയ്തു? ആളുകൾ സ്വീകരിച്ചു. While the non-cooperation movement at its full swing came the news of the visit of Prince
കോർപ്പറേഷൻ മൂവ്മെൻറ്റ് അറ്റ് ഇറ്റ്സ് ഫുൾ സ്വിംഗ്. ഇപ്പോൾ ഈ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് അതിൻ്റെ പൂർണ്ണതയിൽ നിൽക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഒരു വാർത്ത ഇവിടെ കേൾക്കുന്നത്. അതായത് ദ ന്യൂസ് ഓഫ് ദ വിസിറ്റ് ഓഫ് ദ പ്രിൻസ് ഓഫ് ടു ഇന്ത്യ. എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷ് രാജകുമാരൻ എവിടേക്ക് വരുന്നു, ഇന്ത്യയിലേക്ക് വരുന്ന ഒരു വാർത്ത എന്ത് ചെയ്യുന്നു, അവിടെ പരസ്യമാവുന്നു. ദ കോൺഗ്രസ് ആൻഡ് ദ ഖിലാഫത്ത് മൂവ്മെൻറ്റ് ഡിസൈഡഡ് ടു ഓർഗനൈസ് എ ഖിലാഫത്ത് ഓൺ ദ ഒക്കേഷൻ. അപ്പോൾ എന്ത് ചെയ്യുന്നു, കോൺഗ്രസ് പാർട്ടിയും അതുപോലെ തന്നെ ഖിലാഫത്ത് മൂവ്മെൻറ്റും കൂടി ചേർന്ന് ഈ ഒരു സാഹചര്യത്തിനെതിരായിട്ടൊരു പ്രക്ഷോഭം നടത്താൻ തീരുമാനിക്കുന്നു. വെൻ ദ പ്രിൻസ് ലാൻഡഡ് അറ്റ് ബോംബെ എ ഹർത്താൽ ക്രിയേറ്റഡ് ഡിസ്റ്റർബ്. അപ്പോൾ എന്ത് ചെയ്തു, ഈ രാജകുമാരൻ എവിടെ എത്തിയപ്പോൾ, ബോംബെയിലെത്തിയപ്പോൾ അയാൾക്കെതിരായിട്ട് എന്ത് ചെയ്തു, ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്തു. ബട്ട് ദ ക്ലാഷ് ആൻഡ് ബ്ലഡ്ഷെഡ് ഫോളോഡ് ദ വിസിറ്റ്. പക്ഷേ ഇത് തുടർന്നുണ്ടാവുന്നു പ്രശ്നങ്ങളും രക്തച്ചൊരിച്ചിലുകളും സംഭവിക്കുന്നു. ഇൻസ്പൈറ്റ് ഓഫ് ഗാന്ധിജീസ് കോൺസ്റ്റൻറ്റ് appeals to observe absolute non-violence, clash broke out between the police and volunteers. അപ്പോൾ ഗാന്ധിജിയുടെ ആ ഒരു അഭിപ്രായങ്ങളെ മാനിക്കാതെ, അതായത് ഗാന്ധിജിയുടെ നോൺ വയലൻസ് എന്ന് പറയുന്ന ഒരു അഭിപ്രായത്തെ മാനിക്കാതെ എന്ത് ചെയ്തു, നൂറുകണക്കിന് ആളുകളും പോലീസ് തമ്മിൽ എന്ത് ചെയ്തു, ഇവിടെ ഏറ്റുമുട്ടുക ചെയ്തു. സോ ഇൻ ചൗരി ചൗര in Uttar Pradesh, a violent mob set fire to a police station, killing 22 policemen, including one sub-inspector. ഈ ഒരു സംഭവം ഇങ്ങനെ ഇതിനിടയ്ക്കാണ് സംഭവം. ഉത്തർപ്രദേശിലെ ചൗര എന്ന് പറയുന്ന സ്ഥലത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എന്ത് ചെയ്യുന്നു, ഈ വോളണ്ടിയേഴ്സ് ആക്രമണം നടത്തുന്നു. അതിൻ്റെ പേരിൽ 22 പോലീസുകാരും ഒരു സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ 22 പോലീസുകാർ ഈ സംഭവത്തിൽ എന്ത് ചെയ്യുന്നു, കൊല്ലപ്പെടുക ചെയ്യുന്നു. ഇതാണ് എന്താ ചൗര എന്ന് പറയപ്പെടുന്നത്. ഇപ്പോൾ ഉത്തർപ്രദേശിലെ ചൗര എന്ന ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ത്യൻ വോളണ്ടിയേഴ്സ് ഒരു മാർച്ച് നടത്തുകയും അവർ വയലൻ്റ് ആവുകയും അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, ഒരു 22 പോലീസുകാരുൾപ്പെടെ ഒരു സബ് ഇൻസ്പെക്ടറേയും കൂടി എന്ത് ചെയ്തു, അവിടെ വെച്ച് കൊല്ലുകയും ആ സ്റ്റേഷൻ അവരെന്ത് ചെയ്യുന്നു, തീയിട്ട് നശിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സംഭവമാണ് എന്താ ചൗര ആ ഇൻസിഡൻ്റ് എന്ന പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ചിലപ്പോൾ അത് ചോദിക്കാൻ പോകുന്ന മാർക്കുന്നത്. സോ സച്ച് ആക്ട് പെയിൻഡ് ഗാന്ധിജി ആൻഡ് ഹി സൂൺ സസ്പെൻഡഡ് ദ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ്. ഈ ഒരു സംഭവം ഗാന്ധിജിയെ വല്ലാതെ വേദനിപ്പിക്കുകയും അദ്ദേഹം എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, ഈ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് പിൻവലിക്കുകയും ചെയ്തു. ഗാന്ധിജി വാസ് അറസ്റ്റഡ് ഓൺ 13 March 1922 ആൻഡ് സെൻറ്റൻസ്ഡ് in 6 years imprisonment. അങ്ങനെ 1922 മാർച്ച് 13 ഗാന്ധിജി അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് 6 വർഷത്തേക്ക് എന്ത് ചെയ്തു, തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു. അടുത്തത് ഫോർമേഷൻ ഓഫ് സ്വരാജിസ്റ്റ് പാർട്ടി. ഈ ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് എന്താ, സ്വരാജിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം. അത് 1923 ആയിരുന്നു. The sudden end of the non-corporation movement was severely criticized by large number of Congress workers. അപ്പോൾ ഈ ഗാന്ധിജി പെട്ടെന്ന് എന്ത് നിർത്തലാക്കിയപ്പോൾ, ഈ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് നിർത്തലാക്കിയപ്പോൾ എന്ത് ചെയ്തു, ഇതിനെതിരെ ധാരാളം കോൺഗ്രസ് പ്രവർത്തകർ എന്ത് ചെയ്തു, വിമർശനവുമായിട്ട് മുമ്പോട്ട് വരുന്നു. ദ റിബൽ ഇൻ ദ കോൺഗ്രസ് thereof known as സ്വരാജിസ്റ്റ് പാർട്ടി. ഈ കോൺഗ്രസിനകത്തുണ്ടായ റിബലുകൾ ചേർന്നുണ്ടാക്കിയ പാർട്ടിയാണ് ഏതാ, അതായത് ഈ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റിനെ എതിർത്ത റിബലുകൾ ചേർന്ന് ഉണ്ടാക്കിയ പാർട്ടിയാണ് എന്ന് പറയുന്നത് സ്വരാജിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. ദ ഫൗണ്ടർ ലീഡേഴ്സ് ഓഫ് ദ പാർട്ടി വെയർ CR ദാസ് ആൻഡ് മോട്ടിലാൽ നെഹ്റു. ഈ പാർട്ടിയുടെ സ്ഥാപക നേതാക്കന്മാരെന്ന് പറയുന്നത് CR ദാസും മോട്ടിലാൽ നെഹ്റുവുമായിരുന്നു. They didn't believe in Satyagraha and the so they didn't believe in Satyagraha and the boycott of legislative councils. അപ്പോൾ സത്യാഗ്രഹത്തിലോ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ ബോയ്ക്കോട്ട് ചെയ്യുന്നതിലോ അവർക്ക് എന്തില്ലായിരുന്നു, വിശ്വാസമില്ലായിരുന്നു. അക്കോർഡിംഗ് ടു ദം, അവരുടെ അഭിപ്രായത്തിൽ ഇറ്റ് വാസ് നോട്ട് എ സ്ട്രോങ് മെത്തേഡ് ടു പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്. അപ്പോൾ ഈ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതികരിക്കാനുള്ള ശക്തമായ ഒരു മാർഗ്ഗമല്ല എന്നവർ എന്ത് ചെയ്തു, വിശ്വസിച്ചു. They strongly believed in capturing seats in legislative council and then following the policy of uniform. അവരെന്ത് തീരുമാനിച്ചു, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ലെജിസ്ലേറ്റീവ് കൗൺസിൽ പിടിച്ചെടുക്കുവാനും അതിനുശേഷം എന്താണ് യൂണിഫോം സമ്പ്രദായം എന്ത് ചെയ്യുവാൻ കൊണ്ടുവരുവാനും ആര് തീരുമാനിക്കുന്നു, CR ദാസും മോട്ടിലാൽ നെഹ്റുവിനെ പോലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, തീരുമാനിക്കുന്നു. Continuous and constant obstructions with a view to make government through the assembly and the councils
ഇമ്പോസിബിൾ. എന്താണ്, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്സ്ട്രക്ഷൻ കൊണ്ട് ഈ അസംബ്ലി എന്ത് ചെയ്യുക, അസംബ്ലിയിലേക്ക് കടന്നു ചെല്ലുക എന്ന് പറയുന്നത് പ്രയാസകരമായിരുന്നു. സോ ദേ സെക്യൂർഡ് എ നമ്പർ ഓഫ് സീറ്റ്സ് ഇൻ ദ ജനറൽ ഇലക്ഷൻ ഓഫ് 1923. അങ്ങനെ 1923 ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയും ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്കുള്ള സീറ്റുകൾ അവർക്ക് എന്ത് ചെയ്തു, കുറച്ച് സീറ്റുകൾ അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു, നേടിയെടുക്കാൻ കഴിയുകയും ചെയ്തു. ഇത് സക്സസ്ഫുള്ളി ഒബ്സ്ട്രക്റ്റഡ് ബിസിനസ്സസ് ഇൻ ദ കൗൺസിൽ framed according to the Government of India Act of 1990. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1990 അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലൂടെ എന്ത് ചെയ്യുന്നത്, രൂപീകരിക്കുന്നത്. അപ്പോൾ ഈ സ്വരാജിസ്റ്റ് പാർട്ടിയിലെ ആളുകൾ കൂടി കൗൺസിൽ അംഗമായപ്പോൾ ഈ കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങൾ എന്താ ശരിയായ രീതിയിൽ നടത്തുന്നതിന് തടസ്സമുണ്ടാവുക ചെയ്തു. ബട്ട് soon after the Swarajist lost their popularity and the Congress asserted the Gandhian ideal of boycott and satyagraha. അപ്പോൾ ഈ സ്വരാജിസ്റ്റ് പാർട്ടി ഇങ്ങനെ വന്നു എങ്കിൽ പോലും പെട്ടെന്ന് തന്നെ അവർക്ക് എന്ത് സംഭവിച്ചു, അവരുടെ പിന്നെ എന്താണ് ആ ഒരു പിന്തുണ, ജനകീയ പിന്തുണ അവർക്ക് എന്ത് ചെയ്യുന്നു, നഷ്ടമാകും. അപ്പോൾ അങ്ങനെ നഷ്ടമായപ്പോൾ എന്ത് ചെയ്തു, കോൺഗ്രസ് പിന്നെയും ഗാന്ധിയൻ ഐഡിയയുമായിട്ട് ഗാന്ധിജിയുടെ ബോയ്ക്കോട്ട്, സത്യാഗ്രഹ തുടങ്ങിയ ആശയങ്ങളുമായിട്ട് കോൺഗ്രസ് പാർട്ടി പിന്നെ എന്ത് ചെയ്തു, ആക്റ്റീവായിട്ട് വരികയും ചെയ്തു. അപ്പോൾ അതിനകത്തുള്ളൂ. അടുത്തത് ഓക്കെ, അടുത്തത് സൈമൺ കമ്മീഷനാണ്. ദ യൂണിവേഴ്സൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഫൗണ്ടഡ് ബൈ ദ the universal dissatisfactions produced by the reforms of 1990 prompted British Parliament to institute an inquiry to the working of the Indian government. അപ്പോൾ ഈ പിന്നെ ഇവിടെ ഉണ്ടായ ആഗോളപരമായ വിദ്വേഷം, ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരായിട്ടുണ്ടായ ആഗോള, അതായത് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലെ റിഫോംസിനെതിരായിട്ട് ജനങ്ങളിലുണ്ടായിട്ടുള്ള ഈ ഡിസാറ്റിസ്ഫാക്ഷനെ കുറിച്ച് അന്വേഷിക്കുവാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ എന്ത് ചെയ്യുന്നു, പ്രേരിപ്പിക്കുന്നത്. അതായത് ഇന്ത്യയിൽ എങ്ങനെയാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്തുവാൻ ആരെ പ്രേരിപ്പിക്കുന്നു, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ പ്രേരിപ്പിക്കുന്നു. ഇറ്റ് വാസ് ഫോർ ദിസ് പർപ്പസ് ദ സൈമൺ കമ്മീഷൻ വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ്. ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഇന്ത്യയിലെ ഭരണം എങ്ങനെ എന്ന് അന്വേഷിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, സൈമൺ കമ്മീഷനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, നിയമിക്കുന്നു. ദ കമ്മീഷൻ ഇൻക്ലൂഡഡ് 7 മെമ്പേഴ്സ് ആൻഡ് ആൾ ഓഫ് ദം വെയർ ഇംഗ്ലീഷ്മെൻ. ഈ കമ്മീഷനകത്ത് 7 അംഗങ്ങളായിരുന്നു. ഇതിൽ 7 പേരുമാരായിരുന്നു, ഇംഗ്ലീഷുകാരായിരുന്നു. ഹിസ് ചെയർമാൻ വാസ് ജോൺ സൈമൺ. അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ജോൺ സൈമൺ ആയിരുന്നു. ദ കൺക്ലൂഷൻ ഓഫ് ഇന്ത്യൻസ് ഫ്രം ദ കമ്മീഷൻ വാസ് സ്ട്രോങ്ലി പ്രൊട്ടസ്റ്റഡ് ബൈ ദ ഇന്ത്യൻസ്. അപ്പോൾ ഈ കമ്മീഷനകത്ത് ഇന്ത്യക്കാരെ ഇൻക്ലൂഡ് ചെയ്യാത്തതിനെതിരായിട്ട് ശക്തമായിട്ട് ആര് പ്രതികരിച്ചു, ഇന്ത്യയിലെ ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങുന്നു. ദ കോൺഗ്രസ് ഡിസൈഡഡ് ടു ബോയ്ക്കോട്ട് ദ വർക്ക് ഓഫ് ദ കമ്മീഷൻ ഇൻ ഇന്ത്യ. ഈ സൈമൺ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യുവാൻ, ബോയ്ക്കോട്ട് ചെയ്യുവാൻ ആര് തീരുമാനിക്കുന്നു, കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുന്നു. ദ കമ്മീഷൻ വാസ് greeted with a complete hartal, black and was greeted with complete hartal. എന്താണ്, പൂർണ്ണമായ ഹർത്താലോടുകൂടി എന്ത് ചെയ്തത്, ഈ കമ്മീഷനെ അവർ സ്വീകരിച്ചത്. ആൻഡ് ദേ ഇൻട്രൊഡ്യൂസ്ഡ് എ സ്ലോഗൻ ഓഫ് സൈമൺ ഗോ ബാക്ക്. ഇപ്പോൾ സൈമൺ ഗോ ബാക്ക് എന്ന് പറയുന്ന ഒരു സ്ലോഗനും ആര് അവതരിപ്പിച്ചു, ഇന്ത്യക്കാർ അവതരിപ്പിക്കുന്നു. There was a widespread agitation throughout the country. Still the commission conducted its inquiry and submitted its report on May 27, 1920. ഈ കമ്മീഷനെതിരായിട്ട് ശക്തമായിട്ടുള്ള എതിർപ്പുകൾ ഉണ്ടായി എങ്കിൽ പോലും ഈ കമ്മീഷൻ എന്ത് ചെയ്തു, അവരുടെ പഠനം നടത്തുകയും അതിൻ്റെ റിപ്പോർട്ട് 1928 മെയ് 27 എന്ത് ചെയ്തു, സമർപ്പിക്കുകയും ചെയ്തു. So he suggested an all Indian federation, abolition of diarchy in the provinces etc. which were implemented in the Act of 1935. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സജഷൻ എന്ന് പറയുന്നത് ഒരു ഓൾ ഇന്ത്യൻ ഫെഡറേഷൻ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ എന്താണ്, ഡയാർക്കി, അതായത് പ്രവിശ്യാതലത്തിൽ നിലനിന്നിരുന്ന ദ്വീപഭരണ സമ്പ്രദായം അവസാനിപ്പിക്കണം എന്ന ഒരു സജഷൻ ആലോചിച്ചത്
ഈ കമ്മീഷൻ വെക്കുന്നത്. അപ്പോൾ ഈ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് അനുസരിച്ചാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആര് നടപ്പിലാക്കുന്നത്? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കുന്നത്. അതിനകത്താണ് അബോളിഷൻ ഓഫ് ഡയാർക്കി, ദ്വിഭരണ സമ്പ്രദായം വേണ്ട എന്നൊരു തീരുമാനം ഉണ്ടാകും. ഇതിനടുത്തത് ദണ്ഡി മാർച്ച് ആൻഡ് സാൾട്ട് സത്യാഗ്രഹ, ദണ്ഡി യാത്രയും ഉപ്പ് സത്യാഗ്രഹവും. In 1929 the Congress met at Lahore under the presidency of Jawaharlal Nehru. 1929 ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നു? കോൺഗ്രസിൻ്റെ സമ്മേളനം ലാഹോറിൽ വെച്ച് നടക്കുന്നു. So he decided that complete independence should be the goal of the Congress. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്ന് പറയുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പൂർണ്ണ സ്വരാജാണ് എന്താ ഇന്ത്യയുടെ കോൺഗ്രസ് പാർട്ടി ലക്ഷ്യമെന്ന് ആര് പ്രഖ്യാപിച്ചു? നെഹ്റു പ്രഖ്യാപിക്കുന്നു. ഗാന്ധിജി ആൾസോ അപ്രൂവ്ഡ് ഓഫ് ദാറ്റ് ഗോൾ ഓൺ 31st December 1929. At midnight, Nehru hoisted the national flag of India. On 26th January 1930, Independence Day was celebrated all over India. അങ്ങനെ ഗാന്ധിജിയും എന്ത് ചെയ്തു? ഈ കംപ്ലീറ്റ് സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിനെ അപ്രൂവ് ചെയ്യുന്നു. അങ്ങനെ 1929 ഡിസംബർ 31 എന്ത് ചെയ്തു? ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗ് എന്ത് ചെയ്യുന്നു? ഡൽഹിയിൽ നെഹ്റു ഉയർത്തുന്നു. അതിൻ്റെ ഫലമായിട്ട് ഓൺ 26th January 1930 ഇന്ത്യയിൽ ഇൻഡിപെൻഡൻറ്റ് ഡേ ആയിട്ട് എന്ത് ചെയ്തു? സെലിബ്രേറ്റ് 17 വർഷം കാത്തിരുന്നു. പൂർണ്ണ സ്വരാജ് 1930 ജനുവരി 26 എന്താ? ഇന്ത്യയുടെ കോൺസെപ്റ്റിൽ എന്തായി മാറി? റിപ്പബ്ലിക്, സ്വാതന്ത്ര്യം നേടുകയുണ്ടായി. ഇനി ദ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി met at സബർമതി ആശ്രമം on February 19. റിപ്പബ്ലിക് ആകുമ്പോഴും ഇന്ത്യൻ ജനത വോട്ട് ചെയ്യുന്ന ഇലക്ഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? എപ്പോഴാണ്? റിപ്പബ്ലിക് ആയതിനു ശേഷം 47 അല്ല 30 ഇല്ല. പിന്നെ അതെങ്ങനെ റിപ്പബ്ലിക് എന്ന് പറയാൻ? അല്ല, അത് നമ്മൾ പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ സ്വയം ഇന്ത്യക്കാർ തന്നെ എന്ത് ചെയ്തു? ഇന്ത്യൻ സ്വാതന്ത്ര്യം സ്വയം പ്രഖ്യാപിക്കുകയും. അല്ലാതെ അവരതിനെ സ്വാതന്ത്ര്യം നൽകിയിട്ടില്ലോ. അപ്പോഴും ബ്രിട്ടീഷുകാരാണ്. പിന്നെ 1935 ആക്ട് കഴിഞ്ഞ് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? എനിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. അത് ആ സമയത്താണ് നടക്കുന്നത്, സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്നത്. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിൽ വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ ആ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം എന്ത് ചെയ്യുന്നു? വിൻസ്റ്റൺ ചർച്ചിൽ പരാജയപ്പെടുന്നു ഇലക്ഷൻ മത്സരിച്ചപ്പോൾ. കാരണം ബ്രിട്ടൻ ആയിരുന്നല്ലോ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായിട്ട് യുദ്ധത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ പരാജയം അവിടെ എന്ത് ചെയ്യുന്നു? ക്ലെമൻ്റ് ആറ്റ്ലി എന്ത് ചെയ്യുന്നു? അധികാരത്തിൽ വരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ടയിൽ ഒന്നായിരുന്നു എന്താണ്? അദ്ദേഹം പ്രധാനമന്ത്രി ആയാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ക്ലെമൻ്റ് ആറ്റ്ലി പ്രധാനമന്ത്രി ആവുന്നു. അങ്ങനെയാണ് 1947 ലോർഡ് മൗണ്ട് ബാറ്റനെ 1946 എന്ത് ചെയ്തു? ലോർഡ് മൗണ്ട് ബാറ്റൻ ഇന്ത്യയിലെ വൈസ്രോയി ആയിട്ട് വരികയും അങ്ങനെ 47 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1947 കൊണ്ടുവന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു? അപ്പോൾ ആ ആക്ടിനകത്ത് ഉണ്ടായിരുന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാം? ഇന്ത്യയിലെ പ്രോവിൻസസിന് ഏതാ ദേ ഹാവ് ടു ജോയിൻ. അതിനു വേണ്ടി പാർട്ടീഷൻ തീരുമാനിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ ഡിവിഷൻ 1947 ആക്ടിൽ വരുന്നു. അപ്പോൾ അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊവിഷൻ എന്ന് പറയുന്നത് ദ പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സ് ക്യാൻ എയ്തർ ജോയിൻ ഇന്ത്യ ഓർ പാകിസ്ഥാൻ ഓർ ദേ ക്യാൻ മെയിൻറ്റെയിൻ ആസ് സെപ്പറേറ്റ് സ്റ്റേറ്റ്സ്. അപ്പോൾ അങ്ങനത്തെ പ്രൊവിഷൻ വെച്ചതാണ് എന്താ പാകിസ്ഥാനിലേക്ക് കുറേ ഭാഗം പോകണമെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാകുന്നു. ഇന്ത്യൻ യൂണിയനകത്ത് ചേരാൻ കുറേ രാജ്യങ്ങൾ എന്ത് ചെയ്തു? നാട്ടുരാജ്യങ്ങൾ, അതായത് ഹൈദരാബാദ് അങ്ങനെയുള്ള കുറേ നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്തില്ല? ഇന്ത്യയിൽ ചേരാൻ തയ്യാറാവില്ല. കാശ്മീർ ചേരാൻ തയ്യാറായില്ല. അങ്ങനെ എന്താ ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സ് നാട്ടുരാജ്യങ്ങളുടെ പുനഃസംയോജനം എന്ത് ചെയ്യുന്നു? കൊണ്ടുവരുന്നു സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ. അങ്ങനെ കുറേ ഭാഗം വരുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ അതിനകത്ത് പറയാം, നോക്കാം. So the Congress Working Committee met at Sabarmati Ashram in February 1913, vested Gandhiji with full power to launch the civil disobedience movement. അങ്ങനെ 1930 ഫെബ്രുവരിയിൽ എന്ത് ചെയ്യുന്നു? സബർമതി ആശ്രമത്തിൽ വെച്ച് കോൺഗ്രസിൻ്റെ ഒരു വർക്കിംഗ് കമ്മിറ്റിയുടെ സമ്മേളനം എന്ത് ചെയ്യുന്നു? വിളിച്ചുകൂട്ടിയും അവർ ഗാന്ധിജിക്ക് എന്ത് ചെയ്യുന്നു? പൂർണ്ണമായിട്ട് പിന്തുണ നൽകുന്നു. എന്തിനാണ്? സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്, സിവിൽ ആജ്ഞാലംഘനം നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു. It started with Gandhi's famous march to Dandi on March 2nd, 1930, accompanied by 78 inmates of Sabarmati Ashram. അപ്പോൾ ഈ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ആരംഭിക്കുന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നു?
78 പേരടങ്ങുന്ന സബർമതി ആശ്രമത്തിലെ അന്തേവാസികൾ എന്ത് ചെയ്യുന്നു? മാർച്ച് 12, 1930 ദണ്ഡിയിലേക്ക് ഒരു യാത്ര എന്ത് ചെയ്യുന്നു? നടത്തുന്നു. ഗാന്ധി സ്റ്റാർട്ട് ഓൺ ഹിസ് മാർച്ച് ഓഫ് 240 miles to the sea coast at Dandi. 240 മൈൽ അദ്ദേഹം എന്ത് ചെയ്തു? ദണ്ഡിയിലെ തീരപ്രദേശത്തൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? നടക്കുകയും ചെയ്തു. സോ മോട്ടിലാൽ നെഹ്റു compared the Dandi march with the historic march of രാമചന്ദ്ര ടു ലങ്ക. അതായത് പണ്ട് ശ്രീരാമൻ എവിടേക്ക് പോയതുപോലെ ലങ്കയിലേക്ക് സീതയെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് യാത്ര നടത്തിയില്ലേ? അപ്പോൾ ആ ഒരു യാത്രയ്ക്ക് സമാനമായിട്ടാണ് എന്ത് ചെയ്തത്? മോട്ടിലാൽ നെഹ്റു ഗാന്ധിയുടെ ദണ്ഡി മാർച്ചിനെ എന്ത് ചെയ്തത്? വിശേഷിപ്പിച്ചത്. അന്ന് ശ്രീരാമൻ എന്ത് ചെയ്യുന്നു? സീതയെ മോചിപ്പിക്കാൻ വേണ്ടി ശ്രീലങ്കയിലേക്ക് ഒരു യാത്ര നടത്തി. അപ്പോൾ അതിന് തുല്യമായിട്ടാണ് ഈ ഒരു സംഭവത്തെ ആര് വിശേഷിപ്പിച്ചത്? മോട്ടിലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. സോ ഗാന്ധി ഡിസ്ക്രൈബ്ഡ് ഇറ്റ് ആസ് ജവഹർലാൽ നെഹ്റു അല്ല, മോട്ടിലാൽ നെഹ്റു. Okay. So Gandhi described it as the war against salt tax. അപ്പോൾ ഈ ഗാന്ധിജി ഈ ദണ്ഡി മാർച്ചിനെ കണക്കാക്കിയത് എന്താണ്? ഉപ്പ് സത്യാഗ്രഹത്തിന് അല്ലെങ്കിൽ ഉപ്പ് നികുതിക്കെതിരായിട്ടുള്ള സമരമായിട്ടാണ് എന്ത് ചെയ്തത്? ഇതിനെ കണക്കാക്കുന്നത്. ഗാന്ധി റീച്ച്ഡ് ദണ്ഡി on 5th April and break the salt laws on 6th April by picking up the salt lying on the beach. അപ്പോൾ ഗാന്ധി എന്ത് ചെയ്യുന്നു? 1900 വർഷം തന്നെ 30 പിന്നെ ഏപ്രിൽ 5-ാം തീയതി എവിടേക്ക്? ദണ്ഡിയിലേക്ക് എത്തിച്ചേരുകയും പിറ്റേ ദിവസം അദ്ദേഹം എന്ത് ചെയ്യുന്നു? ആ ദണ്ഡി ബീച്ചിൽ നിന്ന് ഒരു പിടി ഉപ്പ് വാരിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? ആ സാൾട്ട് ലോ അദ്ദേഹം ബ്രേക്ക് ചെയ്യുന്നു. He also appealed to the common people to leave the government schools, colleges and services. സാധാരണക്കാരോട് അദ്ദേഹത്തിൻ്റെ ആഹ്വാനം എന്ന് പറയുന്നത് എന്താണ്? സ്കൂൾ വിടാൻ, കോളേജ് വിടാൻ, മറ്റ് സർവീസുകൾ വിടാനും ഗാന്ധി എന്ത് ചെയ്തു? ആഹ്വാനം ചെയ്തു. സോ ദെയർ വാസ് എ ഫേവറബിൾ റെസ്പോൺസ് ഫ്രം ദ പീപ്പിൾ. ഇപ്പം ജനങ്ങൾക്കിടയിൽ നിന്ന് വളരെ അനുകൂലമായൊരു പ്രതികരണമാണ് അതിനെതിരെ ഉണ്ടാകുന്നത്. വയലൻസ് ടുക്ക് പ്ലേസ് അറ്റ് സെവറൽ പ്ലേസസ്. പല സ്ഥലങ്ങളിലും എന്താണ്? ആക്രമണങ്ങൾ ഉണ്ടായെങ്കിൽ പോലും the government followed a policy of repression to suppress the movement. ഈ മൂവ്മെൻറ്റ് അടിച്ചമർത്താൻ, ഈ ദണ്ഡി മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സാൾട്ട് സത്യാഗ്രഹം അടിച്ചമർത്തുവാൻ എന്ത് ചെയ്തു? ഗവൺമെൻറ് ഭാഗത്ത് ശക്തമായ പ്രതിഷേധവുമായിട്ടാണ് അവർ എന്ത് ചെയ്തത്? മുന്നോട്ട് വന്നത്. അടുത്തത് റൗണ്ട് ടേബിൾ കോൺഫറൻസ് 1930-32 വട്ടമേശ സമ്മേളനം. സോ ദ റിപ്പോർട്ട് ഓഫ് സൈമൺ കമ്മീഷൻ വാസ് പബ്ലിഷ്ഡ് ഇൻ 1930. ഇതെല്ലാം ക്രോണോളജിക്കലാണ്, കണക്റ്റഡ് ആണ്. അപ്പോൾ ഡേറ്റ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓർത്തിരിക്കണം. അപ്പോൾ അങ്ങനെ 1930 സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു. ടു ഡിസ്കസ് ദ റിപ്പോർട്ട് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഹെൽഡ് ഇൻ ഇംഗ്ലണ്ട്. അപ്പോൾ ഇതിന് എന്ത് ചെയ്യുന്നു? ഇതിനെക്കുറിച്ച് ഈ സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി റൗണ്ട് ടേബിൾ കോൺഫറൻസ് വട്ടമേശ സമ്മേളനം എവിടെ വെച്ച് വിളിച്ചു കൂട്ടി? ലണ്ടനിൽ വിളിച്ചു കൂട്ടുന്നു. The first round table conference in London was boycotted by the Congress. അപ്പോൾ ഇത് കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്തു? ഒന്നാം വട്ടമേശ സമ്മേളനത്തെ എന്ത് ചെയ്യുന്നു? ബോയ്ക്കോട്ട് ചെയ്യുന്നു. പക്ഷേ ഇറ്റ് വാസ് അറ്റൻഡഡ് ബൈ ദ ലീഡേഴ്സ് ഓഫ് അതർ പൊളിറ്റിക്കൽ പാർട്ടീസ്. മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ എന്ത് ചെയ്തു? ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു. ദ ഫസ്റ്റ് കോൺഫറൻസ് ഫെയിൽഡ് ടു ടേക്ക് ഫോം റെസൊല്യൂഷൻ. അപ്പോൾ ഒന്നാമത്തെ സമ്മേളനം എന്താണ്? വളരെ ശക്തമായ ഒരു തീരുമാനമെടുക്കുന്നതിൽ എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. അങ്ങനെ in 1931 ലോർഡ് ഇർവിൻ ദ വൈസ്രോയി നെഗോഷിയേറ്റഡ് ഗാന്ധിജി ആൻഡ് ആൻ എഗ്രിമെൻറ്റ് വാസ് റീച്ച്ഡ് ബിറ്റ്വീൻ ദ ടു. 1931 അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ഇർവിൻ ഗാന്ധിജിയുമായ ഒരു അനുരഞ്ജന ചർച്ചയിൽ പങ്കെടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? ഒരു എഗ്രിമെൻറ്റ് ഒപ്പുവയ്ക്കാൻ എന്ത് ചെയ്തു? രണ്ടുപേരും കൂടി തീരുമാനിക്കുന്നു. ദിസ് എഗ്രിമെൻറ്റ് വാസ് കാൾഡ് ഗാന്ധി ഇർവിൻ പാക്ട്. ഈ എഗ്രിമെൻറ്റ് ഏത് പേരിൽ അറിയപ്പെട്ടു? ഗാന്ധി ഇർവിൻ ഉടമ്പടി എന്ന പേരിലാണ് എന്ത് ചെയ്തത്? അറിയപ്പെട്ടത്. അക്കോർഡിംഗ്ലി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗാന്ധിജി സസ്പെൻഡഡ് ദ സിവിൽ ഡിസൊബീഡിയൻസ് ക്യാമ്പയിൻ ആൻഡ് അറ്റൻഡഡ് ഇൻ ദ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് വിച്ച് വാസ് ഹെൽഡ് at London with the sole representatives of Indian National Congress. അപ്പോൾ ഇങ്ങനെ ഈ ഗാന്ധി ഇർവിൻ പാക്ടിൻ്റെ അടിസ്ഥാനത്തിൽ
ഗാന്ധിജി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് അതിൻ്റെ ക്യാമ്പയിനിൽ പിടിച്ചുവിടുകയും അദ്ദേഹം രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ലണ്ടനിൽ വെച്ച് നടന്ന രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ എന്ത് ചെയ്തു? കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? പങ്കെടുക്കുക ചെയ്യുന്നു. ദ കോൺഫറൻസ് ഹവർ ഫെയിൽഡ്. പക്ഷേ ഈ രണ്ടാം വട്ടമേശ സമ്മേളനം എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. കാരണം ബിക്കോസ് ഓഫ് ദ ഡിമാൻഡ് ഓഫ് ദ മുസ്ലിം ആൻഡ് ദ പ്രിൻസസ് ഓഫ് ഫോർ സ്പെഷ്യൽ സേഫ് ഗാർഡ് ഫോർ ദിയർ പൊസിഷൻസ് ആൻഡ് റൈറ്റ്. അപ്പോൾ ഇവിടുത്തെ ഇത് പരാജയപ്പെടാനുള്ള കാരണമെന്ന് പറയുന്നത് മുസ്ലിംസിൻ്റെ ആവശ്യം, അതുപോലെ തന്നെ അന്നത്തെ പ്രിൻസ്ലി സ്റ്റേറ്റ്സുകൾക്ക് അവർക്ക് പ്രത്യേകമായിട്ടുള്ള പരിഗണന നൽകണമെന്നും അവർക്ക് പ്രത്യേകമായിട്ടുള്ള പൊസിഷനും അവകാശവും നൽകണമെന്നൊരു വാദം ആര് വെച്ചു? മുസ്ലിം ലീഗ് വെക്കും, മുസ്ലിങ്ങൾക്കും പ്രിൻസ്ലി സ്റ്റേറ്റുകൾക്കും. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് എന്ത് ചെയ്യുന്നു? ഇത് പരാജയപ്പെടുക ചെയ്തു. രണ്ടാം വട്ടമേശ സമ്മേളനം എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. അതിനുശേഷം the third round table conference was held in 1932 in which Congress didn't participate. അപ്പോൾ അതിനുശേഷം 1932 മൂന്നാം വട്ടമേശ സമ്മേളനം എന്ത് ചെയ്യുന്നു? നടക്കുന്നു. പക്ഷേ അതിൽ ആരും പങ്കെടുത്തില്ല? കോൺഗ്രസ് പാർട്ടി പങ്കെടുത്തില്ല. ഇൻ ദിസ് കോൺഫറൻസ് നത്തിങ് കോൺക്രീറ്റ് കെയിം ഔട്ട്. അപ്പോൾ സ്ഥായിയായിട്ടുള്ള ഒന്നും എന്ത് ചെയ്തില്ല? ഇവിടെ നിന്നുണ്ടായില്ല. സൂൺ ആഫ്റ്റർ ദ ഗവൺമെൻറ് ഇഷ്യൂഡ് എ വൈറ്റ് പേപ്പർ which contain soon after the government issued a white paper which contained certain proposals on the next reform bill. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നൊരു വൈറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്യുന്നു, ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നു. അതിനകത്ത് എന്താണ്? അടുത്ത ഒരു റിഫോം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ചില പ്രപ്പോസൽസ് അതിനകത്ത് വെച്ചു. ആഫ്റ്റർ ഡ്യൂ കൺസിഡറേഷൻ ദ ബിൽ വാസ് പാസ്ഡ് ഇൻ 1935. ഇപ്പോൾ ചർച്ചകൾക്ക് ശേഷം എന്ത് ചെയ്യുന്നു? 1935 ആ ബില്ല് പാസ്സാക്കുന്നു. അതാണ് ഏത് പേരിൽ അറിയപ്പെട്ടത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 എന്ന പേരിൽ അറിയപ്പെട്ടത്. The Act of 1935 set out the framework for a federal India with autonomy for the provinces and diarchy at the center. ഇപ്പോൾ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഫെഡറൽ ഗവൺമെൻറ് ഇവിടെ സ്ഥാപിക്കുക, ഇന്ത്യയിൽ സ്ഥാപിക്കുക. അതോടൊപ്പം എന്ത് ചെയ്യണം? പ്രവിശ്യകൾക്ക് മേധാവിത്വം കൊടുക്കണം. അതുപോലെ കേന്ദ്രത്തിൽ എന്ത് വേണം? ഡയാർക്കി, ഈ ഭരണം വേണമെന്നും ഈ ആജ്ഞാത്ത് എന്ത് ചെയ്തു? കൊണ്ടുവരുന്നു. സോ ദ ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ 1933. 1935 എന്ത് ചെയ്തു? ആക്ട് പാസ്സാക്കുന്നു. ദോ ദ കോൺഗ്രസ് വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ മെഷർ contested the election that were held and was returned to power in 7 provinces. അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ഈ ആജ്ഞയോട് വലിയ ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷേ അവിടെ നടത്തിയ തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യുന്നു? 7 പ്രവിശ്യകളിൽ കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്യുന്നു? അധികാരത്തിൽ വരികയും ചെയ്തു. ഇനി ഇന്ത്യ ആൻഡ് ദി സെക്കൻഡ് വേൾഡ് വാർ. ഇന്ത്യയും രണ്ടാം ലോക മഹായുദ്ധവുമാണ്. On the outbreak of the Second World War in 1939, the ministers resigned office as a protest against the British government action in committing India to the war without the consent of their popular representatives. അപ്പം രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിലെ മിനിസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ്റിൽ നിന്ന് രാജിവെക്കുന്നു. കാരണം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത് ഇന്ത്യയിലെ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ കൺസെൻറ്റോട് കൂടി അല്ലായിരുന്നു എന്ന കാരണം കൊണ്ട് എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ ഇന്ത്യയോട് ആലോചിക്കാതെയാണ് എന്ത് ചെയ്തത്? രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ പങ്കെടുക്കുന്നത് എന്ന ഒരു ആരോപണത്തെ തുടർന്ന് ഇന്ത്യൻ മിനിസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് രാജിവെക്കുന്നു. ഡ്യൂറിംഗ് ദ വാർ ദ കോൺഗ്രസ് ഡിമാൻഡ് ദാറ്റ് Britain should grant freedom of India and prove the sincerity of their war aims. അപ്പോൾ ഈ യുദ്ധസമയത്ത് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടത് എന്ത് ചെയ്യണം? ബ്രിട്ടൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകണമെന്നും അതുപോലെ തന്നെ എന്താണ് ഇന്ത്യയുടെ ഇപ്പോൾ യുദ്ധത്തിൽ അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് എന്ത് ചെയ്തു? ഈ യുദ്ധത്തിൽ പങ്കെടുക്കാമെങ്കിൽ സഹായിക്കുമെങ്കിൽ എന്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാമെന്നൊരു വാഗ്ദാനം എന്ത് ചെയ്തു? പറയുകയുണ്ടായി. അപ്പോൾ ആ വാർ എയിംസ് സാറ്റിസ്ഫൈ ചെയ്യുവാൻ ബ്രിട്ടൻ തയ്യാറാവണമെന്ന് ആരാവശ്യപ്പെട്ടു? കോൺഗ്രസ് ആവശ്യപ്പെട്ടു. In 1942, after Japan's entry into the war, the danger of Indian territory increased and Japanese invasions seemed to the imminent. അപ്പോൾ എന്ത് ചെയ്യുന്നു? 1942 ജപ്പാൻ്റെ എൻട്രി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ നേരത്തെ കണ്ടതാണ്.
അപ്പോൾ അത് ഇന്ത്യൻ ടെറിട്ടറീസിന് എന്താവുന്നു, ഭീഷണിയായി മാറപ്പെടുകയും അപ്പോൾ ഒരു ആ ജപ്പാൻ്റെ ഈ യുദ്ധത്തിലേക്കുള്ള കടന്നുവരവെന്ന് പറയുന്നത് വളരെയധികം ഇന്ത്യക്കെതിരെ ഭീഷണിയായിട്ട് എന്ത് ചെയ്തു, മാറുകയും ചെയ്തു. അടുത്തത് ക്രിപ്സ് മിഷൻ. To bring Indians on the British side, the British government sent the Stafford Cripps with certain constitutional purposes. അപ്പോൾ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പിന്നെ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുവാൻ ബ്രിട്ടനെ സപ്പോർട്ട് ചെയ്യുവാൻ ഇന്ത്യക്കാരെ പ്രേരിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ചില കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടനാപരമായ പ്രപ്പോസൽസുമായിട്ട് സ്റ്റാഫോർഡ് ക്രിപ്സ് എവിടേക്ക് വരുന്നു, ഇന്ത്യയിലേക്ക് വരുന്നു. ബട്ട് ദേ വെയർ റിജക്റ്റഡ് ബൈ ദി ഇന്ത്യൻ ലീഡേഴ്സ്. പക്ഷേ അതിനെ ആര് എതിർക്കുന്നു, ഇന്ത്യൻ നേതാക്കന്മാർ എന്ത് ചെയ്യുന്നു, എതിർക്കുന്നു. ഗാന്ധിജി ഡിസ്ക്രൈബ്ഡ് ഇറ്റ് ആസ് എ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഓൺ എ ക്രാഷിംഗ് ബാങ്ക്. അതായത് ഗാന്ധിജി ഈ ക്രിപ്സ് മിഷനെ കുറിച്ച് പറഞ്ഞത് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കിലെ കാലഹരണപ്പെട്ട ഡേറ്റ് കഴിഞ്ഞ ഒരു ചെക്കാണ് ഏതെന്ന് ക്രിപ്സ് മിഷൻ എന്നാണ് ആര് വിശേഷിപ്പിച്ചത്, ഗാന്ധിജി വിശേഷിപ്പിച്ചത്. സോ സുഭാഷ് ചന്ദ്രബോസ് ആൻഡ് ഇന്ത്യൻ നാഷണൽ ആർമി. അപ്പോൾ ആ സമയത്താണ് മറ്റൊരാൾ കടന്നു വരുന്നത്, സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ആസാദ് ഹിന്ദ് ഫൗജ് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ ആർമി. ഇറ്റ് വാസ് അബൌട്ട് ദിസ് ടൈം ദാറ്റ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് attempted to drive out the English with Japanese cooperation. ഈ സമയത്ത് എന്ത് ചെയ്യുന്നു, നേതാജി സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ പിന്നെ ജപ്പാനുമായിട്ടുള്ള ഒരു സഹകരണം വിട്ടുപോകുവാൻ, ഡ്രൈവ് ഔട്ട് ചെയ്യുവാൻ അദ്ദേഹം എന്ത് ചെയ്യുന്നു, തീരുമാനിക്കുന്നു. He was born on 23rd January 1897 and died in 1945. 1897 അദ്ദേഹം ജനിക്കുന്നത്, 1940 അദ്ദേഹം എന്ത് ചെയ്യുന്നു, മരിക്കുകയും ചെയ്തു. അദ്ദേഹം എങ്ങനെ മരിച്ചു എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. സോ ആഫ്റ്റർ ഹിസ് എഡ്യൂക്കേഷൻ ഹി എൻറ്റേർഡ് ഇൻ ടു ഇന്ത്യൻ സിവിൽ സർവീസ്. വിദ്യാഭ്യാസ ശേഷം അദ്ദേഹം ഇന്ത്യൻ സിവിൽ സർവീസിൽ പ്രവേശിക്കുന്നു. ബട്ട് വെരി സൂൺ ഹി ഗേവ് അപ്പ് ആൻഡ് ജോയിൻഡ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പക്ഷേ വളരെ പെട്ടെന്ന് സിവിൽ സർവീസ് ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ സിവിൽ സർവീസ് ജോലി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ എന്ത് ചെയ്യുന്നു, ചേർന്ന് പ്രവർത്തിക്കുന്നു. ഹി ബിക്കെയിം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ 1938. 1938 സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി മാറുന്നു. ഇനി in 1939 he was contested for presidentship. അപ്പോൾ 1939 അദ്ദേഹം എന്ത് ചെയ്തു, പിന്നെയും പ്രസിഡൻഷിപ്പ് കിട്ടാൻ വേണ്ടി മത്സരിക്കുന്നു. ദിസ് വാസ് ഒബ്ജക്റ്റഡ് ബൈ ഗാന്ധിജി. ഗാന്ധിജി അതിനെ എന്ത് ചെയ്യുന്നു, എതിർക്കുന്നു. ഹി ലീവ്ഡ് ആസ് പ്രസിഡന്റ് ആൻഡ് resigned from the Congress and formed a party called Forward Bloc. അപ്പോൾ ഗാന്ധിജി എതിർത്തതിനെ തുടർന്ന് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിടുകയും പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും അങ്ങനെ അദ്ദേഹം പുതുതായിട്ട് എന്ത് ചെയ്യുന്നു, ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടി സ്ഥാപിക്കുകയും ചെയ്തു. When the Second World War was broke out, he became the prisoner in his house of Calcutta. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച കാലഘട്ടത്തിൽ ഇദ്ദേഹത്തെ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ഹൗസ് അറസ്റ്റിലാക്കുകയും ചെയ്തു. But he secretly escaped from there and reached Germany. അദ്ദേഹം എന്ത് ചെയ്യുന്നു, വളരെ രഹസ്യമായിട്ട് തന്നെ ആ ഒരു ഹൗസ് അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ട് അദ്ദേഹം കൊണ്ടുപോയി ജർമ്മനിയിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്ന ഈ ഒരു പുതിയ പാർട്ടി ആരുണ്ടാക്കിയത്, സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടാക്കി. ഇനി ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് സംഭവിക്കുന്നത്. സോ ദ ഫെയിലിയർ ഓഫ് ദ ക്രിപ്സ് മിഷൻ ഇംബിറ്റേഡ് ദ പീപ്പിൾ. എന്ത് ചെയ്തു, ക്രിപ്സ് മിഷൻ്റെ പരാജയം ജനങ്ങളെ എന്ത് ചെയ്യുന്നു, ബിറ്റർ ചെയ്യുന്നു, അവരെ പ്രകോപിതരാക്കുന്നു. ദ കോൺഗ്രസ് ഡിസൈഡഡ് ടു ദ ആക്റ്റീവ് സ്റ്റെപ്സ് ടു ഫോഴ്സ് ദ ബ്രിട്ടീഷ് ടു ഗ്രാൻഡ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചു, എങ്ങനെയെങ്കിലും ബലപ്രയോഗത്തിലൂടെയെങ്കിലും എന്ത് ചെയ്യണം, ബ്രിട്ടനിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടണം എന്ന ഒരു ആക്റ്റീവ് മെഷറുമായിട്ട് അവർ മുമ്പോട്ട് വരുന്നു. The All India Congress Committee and its meeting held in August 8, 1942. അങ്ങനെ എന്ത് ചെയ്യുന്നു, കോൺഗ്രസ് പാർട്ടിയുടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സമ്മേളനം എന്ത് ചെയ്തു, 1942 ഓഗസ്റ്റ് 8 നടക്കുന്നു. They passed the famous ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ. അവിടെ വെച്ച് വളരെ ചരിത്രപ്രസിദ്ധമായ ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ, ക്വിറ്റ് ഇന്ത്യ ആക്ട് ആര് പാസ്സാക്കുന്നു, കോൺഗ്രസ് പാർട്ടി പാസ്സാക്കുന്നു.
It proposed to state a non-violent, it proposed to start a non-violent mass struggle for the liberation under the leadership of Gandhi. അപ്പോൾ ഈ ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു നോൺ വയലൻറ്റ് ലിബറേഷൻ സ്ട്രഗിൾ എന്ത് ചെയ്യുന്നു, ആരംഭിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിക്കുന്നു. ദ മെയിൻ സ്ലോഗൻ വാസ് ഡു ഓർ ഡൈ, എന്താണ്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്ലോഗൻ, മുദ്രാവാക്യം. ബട്ട് സോൺ ഗാന്ധിജി ആൻഡ് അതർ ടോപ്പ് ലീഡേഴ്സ് വെർ അറസ്റ്റഡ് ആൻഡ് ഇംപ്രിസൺഡ്. പക്ഷേ ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടത്തിയ അതേ സമയം എന്ത് ചെയ്ത് ഗാന്ധിജിയും പ്രമുഖ നേതാക്കന്മാരെയെല്ലാം എന്ത് ചെയ്യുന്നു, അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുക ചെയ്തു. ദിസ് വാസ് ഫോളോഡ് ബൈ എ മാസ് അപ്ഹിവൽ ആൻഡ് പൊളിറ്റിക്കൽ അജിറ്റേഷൻ. കോൺഗ്രസ് വാസ് ഡിക്ലെയർഡ് ആസ് അൺലോഫുൾ. അപ്പോൾ ഈ ഗാന്ധിയുടെ അറസ്റ്റിനെ തുടർന്ന് വളരെ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളും രാഷ്ട്രീയ പ്രതിഷേധങ്ങളും എന്ത് ചെയ്യുന്നു, ഇവിടെ ആരംഭിക്കുകയുണ്ടാകുന്നു. കോൺഗ്രസ് വാസ് ഡിക്ലെയർഡ് ആസ് അൺലോഫുൾ. കോൺഗ്രസിനെ നിയമവിരുദ്ധമായിട്ട് എന്ത് ചെയ്ത് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഗാന്ധിജിയുടെ അറസ്റ്റിനെ തുടർന്ന് എന്ത് ചെയ്യുന്നു, ഒരുപാട് ജനകീയ പ്രക്ഷോഭങ്ങളും രാഷ്ട്രീയ പ്രതിഷേധങ്ങളും ഉണ്ടാകുന്നു. കോൺഗ്രസ് പാർട്ടി അവരെന്ത് ചെയ്തു, നിയമവിരുദ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നു. സോ അറ്റ് ദി എൻഡ് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ ദ ബ്രിട്ടീഷ് റിലീസ്ഡ് ഗാന്ധിജി ആൻഡ് ദ കോൺഗ്രസ് ലീഡേഴ്സ്. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ എന്ത് ചെയ്യുന്നു, ഗാന്ധിജിയെയും മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരെ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ ജയിലിൽ നിന്ന് സ്വതന്ത്രരാക്കുന്നു. Then the British began discussions with the leaders of Indian political parties for a peaceful settlement of the Indian problem. അതിനുശേഷം എന്ത് ചെയ്തു, ഇന്ത്യൻ നേതാക്കന്മാരോട്, കോൺഗ്രസ് നേതാക്കന്മാരോടും എന്ത് ചെയ്യുവാൻ, ഇന്ത്യയിലെ പ്രശ്നം സമാധാനപരമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്തു, ഒരു ചർച്ച നടത്താനായി തീരുമാനിച്ചു, ബ്രിട്ടീഷുകാർ തീരുമാനിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ക്യാബിനറ്റ് മിഷൻ എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലേക്ക് വരുന്നത്. So in 1946 the Labour Party came to power in England under the leadership of Clement Attlee. അപ്പോൾ 1946 എന്ത് ചെയ്യുന്നു, ക്ലെമൻ്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടനിലെ ഏത് പാർട്ടി, ലേബർ പാർട്ടി അധികാരത്തിൽ വരുന്നു. സോ unlike Churchill, the Labour government was sympathetically inclined towards the Indians. അപ്പോൾ പിന്നെ ചർച്ചിലിനെ പോലെ അല്ലായിരുന്നു ആര്, ക്ലെമൻ്റ് ആറ്റ്ലി എന്ന് പറയുന്ന ഈ ലേബർ പാർട്ടി നേതാവ്. അദ്ദേഹം എന്ത് ചെയ്തു, ഇന്ത്യയുടെ ഒരു സഹാനുഭൂതിപരമായ സമീപനമാണ് എന്ത് ചെയ്തത്, സ്വീകരിച്ചത്. ലേബർ പാർട്ടി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് പാർട്ടി, ബ്രിട്ടനിൽ. സോ they sent out the cabinet mission to India to negotiate with the Indian leaders on terms for the transfer of power. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, പിന്നെ ക്യാബിനറ്റ് മിഷൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നു, ഇന്ത്യൻ നേതാക്കന്മാരുമായിട്ടൊരു അനുരഞ്ജന ചർച്ച നടത്തുവാൻ, അധികാരം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഒരു അനുരഞ്ജന ചർച്ച നടത്തുവാൻ ക്യാബിനറ്റ് മിഷൻ എവിടേക്ക് അയച്ചു, ഇന്ത്യയിലേക്ക് അയക്കുന്നു. ദി ക്യാബിനറ്റ് മിഷൻ കൺസിസ്റ്റഡ് ഓഫ് ലോർഡ് ഫെഡറിക് ലോറൻസ്, സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ആൻഡ് എ വി അലക്സാണ്ടർ. അപ്പോൾ 3 പേരായിരുന്നു ക്യാബിനറ്റ് മിഷൻ ഉണ്ടായിരുന്നത്. ഒന്ന് സ്റ്റാഫോർഡ് ക്രിപ്സ്, മറ്റൊന്ന് ഫെഡറിക് ലോറൻസ്, മറ്റൊന്നെന്താണ് എ വി അലക്സാണ്ടർ എന്നീ 3 പേരായിരുന്നു എന്താണ് ഈ സമിതിയിൽ എന്ത് ചെയ്യുന്നത് ഉണ്ടായിരുന്നത്. ആൾ അറ്റംപ്റ്റ് ടു റീച്ച് അഗ്രിമെൻറ്റ് ഫെയിൽഡ് ബിക്കോസ് ദ മുസ്ലിം ലീഗ് ഡിമാൻഡ് ഫോർ ദ പാർട്ടീഷൻ ഓഫ് കൺട്രി. പക്ഷേ ഇതിൻ്റെ എല്ലാ ശ്രമങ്ങളും എന്ത് ചെയ്തു, പരാജയപ്പെട്ടു പോകുന്നു. കാരണം എന്താണ്, മുസ്ലിം ലീഗ് എന്ത് ചെയ്യണം, പാർട്ടീഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടു. ആൻഡ് ദ ഫോർമേഷൻ ഓഫ് ദ ന്യൂ മുസ്ലിം സ്റ്റേറ്റ് ഔട്ട് ഓഫ് ദ മുസ്ലിം മെജോറിറ്റി ഏരിയ ഇൻ ഇന്ത്യ. അപ്പോൾ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യയിൽ ഭൂരിപക്ഷമുള്ള മേഖലയിൽ എന്ത് ചെയ്യണം, മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ എന്ത് ചെയ്യുക, ഒരു പുതിയ സ്റ്റേറ്റ് രൂപീകരിക്കണം, അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പുതിയ സ്റ്റേറ്റ് രൂപീകരിക്കുക എന്ന ഡിമാൻഡ് ആര് മുന്നോട്ട് വെച്ചു, മുസ്ലിം ലീഗ് മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ അതാണ് ഇതിന് കാരണമായത്, ഈ ക്യാബിനറ്റ് മിഷൻ പരാജയപ്പെടുന്നതിന് കാരണമായത്. നെക്സ്റ്റ് തൊട്ട് പറയാൻ അടുത്ത് വരുന്നത് മൗണ്ട് ബാറ്റൺ പ്ലാൻ. In February 20, 1947, Clement Attlee, the British Prime Minister, announced that the Britishers were leaving India on June 1948. 1947 ഫെബ്രുവരി 20 ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ലെമൻ്റ് ആറ്റ്ലിയുടെ പ്രഖ്യാപനം വരുന്നു. 1948 ജൂണിൽ ഇന്ത്യ എവിടെ വിട്ടുപോകും, ഇന്ത്യ വിട്ടുപോകുമെന്നൊരു പ്രഖ്യാപനം നടക്കുന്നു.
He set out to India Lord Mountbatten to carry out this plan. ഇദ്ദേഹത്തിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുവാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? മൗണ്ട് ബാറ്റനെ അദ്ദേഹം ഇന്ത്യയിലേക്ക് അയച്ചു. In the meantime, in September 1948, an interim national government of Indian leaders had already been formed. അപ്പോൾ അതേസമയം തന്നെ 1948 സെപ്റ്റംബറോടുകൂടി എന്ത് ചെയ്യാം? ഇന്ത്യയിൽ ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിക്കാം. അപ്പോൾ അതേസമയം എന്ത് ചെയ്യുന്നു? In the meantime, in September 1946, an interim national government of Indian leaders had already been formed under the leadership of Jawaharlal Nehru. അപ്പോൾ 1946 സെപ്റ്റംബറിൽ എന്ത് ചെയ്യുന്നു? ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഇടക്കാല ഗവൺമെൻറ് ഇവിടെ രൂപീകരിച്ചു, ഇന്ത്യയിൽ രൂപീകരിക്കുന്നു. ഈവൻ ദ മുസ്ലിം ലീഗ് ഡിഡ്ന്റ് ജോയിൻ ഇറ്റ്. പക്ഷേ എന്ത് ചെയ്തില്ല? മുസ്ലിം ലീഗ് അത് ജോയിൻ ചെയ്തില്ല. There were violent demonstrations in several parts of India in favor of and against Pakistan. അപ്പോൾ അതിന് മുന്നേ മുസ്ലിം ലീഗ് അവരുടെ ഡിമാൻഡ് വെച്ചു, എന്താണ്? ഇന്ത്യ സ്പ്ലിറ്റ് ചെയ്യണം, പാകിസ്ഥാൻ ഉണ്ടാകണം. അപ്പോൾ ഇങ്ങനെ ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ചപ്പോൾ മുസ്ലിം ലീഗ് ഇതിൽ ചേർന്നില്ല. തൽഫലമായിട്ട് എന്ത് ചെയ്തു? ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ഈ പാകിസ്ഥാൻ രൂപീകരണത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രതികൂലിച്ചുകൊണ്ടും എന്ത് ചെയ്തു? വയലൻറ്റ് ഡെമോൺസ്ട്രേഷൻസ്, വർഗീയ സംഘർഷങ്ങൾ എന്ത് ചെയ്തു? ആരംഭിക്കുക ചെയ്തു. Mountbatten, the new Governor General, entered into negotiation with the Congress and Muslim League representatives and announced his famous award. അപ്പോൾ ഇതേ സമയം ഇന്ത്യയിലേക്ക് വന്ന ഗവർണർ ജനറലായ ലോർഡ് മൗണ്ട് ബാറ്റൻ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതാക്കന്മാരുമായിട്ട് എന്ത് ചെയ്തു? ചർച്ചകൾ നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫേമസ് ആയിട്ടുള്ള ഡിക്ലറേഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, അതായത് ഇന്ത്യക്ക് എന്താ സ്വാതന്ത്ര്യം കൊടുക്കുക എന്നാണത്. The Muslim League demanded for a separate Muslim state was concerned. അങ്ങനെ എന്ത് ചെയ്യുന്നു? മുസ്ലിം ലീഗിൻ്റെ ആവശ്യം, ഒരു പ്രത്യേക സ്റ്റേറ്റ് വേണമെന്ന മുസ്ലിം ലീഗിൻ്റെ ആവശ്യം എന്ത് ചെയ്യുന്നു? അംഗീകരിക്കപ്പെടുന്നു. The partition of the country was the only alternative to the senseless and cruel measure of innocent people. Finally, India accepted the partition. അപ്പോൾ ഇന്ത്യയിലെ ഈ നിരപരാധികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവരെടുത്ത ഏറ്റവും സെൻസ്ലെസ് ആയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് ആയിരുന്നു എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിഭജനം എന്ന് പറയുന്നത്. അവസാനം എന്ത് ചെയ്യുന്നു? ഇന്ത്യ പാർട്ടീഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. സിന്ധ്, ബലൂചിസ്ഥാൻ, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ ഓഫ് പ്രോവിൻസസ്, വെസ്റ്റ് പഞ്ചാബ് ആൻഡ് ഈസ്റ്റ് ബംഗാൾ വിത്ത് ഇറ്റ്സ് ഓൺ ഡിസ്ട്രിക്ട്സ് ഫ്രം ആസാം, with 2 districts from Assam were to be separated from India and to form the new Muslim state of Pakistan, and the rest of India was to form another state to Indian Union. അപ്പം സിന്ധ്, ബലൂചിസ്ഥാൻ, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് എന്ന് പറയുന്നൊരു മേഖല, വെസ്റ്റ് പഞ്ചാബ്, ഈസ്റ്റ് ബംഗാൾ, ആസാമിൻ്റെ 2 ഡിസ്ട്രിക്റ്റുകളും കൂടി ചേർത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? പാകിസ്ഥാൻ എന്ന് പറയുന്ന പുതിയ ഒരു രാഷ്ട്രം എന്ത് ചെയ്യുന്നു? രൂപീകരിക്കുന്നു. ബാക്കിയുള്ള ഭാഗങ്ങൾ ചേർത്തുകൊണ്ട് എന്താ? ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യൻ യൂണിയനും എന്ത് ചെയ്തു? രൂപീകരിക്കുക ചെയ്യുന്നു.